എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്യൂഡ് സിനിമയ്ക്ക് പോകണം കേട്ടോ. നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. സിനിമയ്ക്കൊന്നൊരു ഏട്ടൻ പോകുന്നില്ല എന്ന് വരെ പറഞ്ഞതായിരുന്നു. പെട്ടെന്ന് മഴ നിന്നു കേട്ടോ. നാട്ടിലും ഭയങ്കര മഴയാണ് അല്ലേ. നമുക്ക് സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ആദ്യത്തിന് ഇപ്പോൾ ഡ്രസ്സ് എടുക്കണം. പിന്നെന്താ ആദ്യ പരിപാടി, പിന്നെ ഷോ വരുന്നത് 7 മണിക്കാണ്. അതിന് മുന്നേ ഡ്രസ്സ് എടുക്കണം, എന്തോ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. സിനിമയ്ക്ക് പോകുമ്പോൾ പിന്നെ എല്ലാ ലോങ് വീഡിയോയിലും പറയുന്നത് പോലെ സിനിമയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ അല്ലേ. ഏട്ടാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ എത്തിയപ്പോൾ ഇതേ മാളിൽ കാർ പാർക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി തിരിച്ചു വന്ന് റോഡ് സൈഡിൽ തന്നെ കാർ പാർക്ക് ചെയ്തു കേട്ടോ. മാളിൽ തിരക്ക് മാത്രമല്ല, മാളിൽ തിയേറ്ററിലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ സിനിമ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ഭ്രാന്താണല്ലോ, അതിൻ്റെയും കൂടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, മാളുടെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ദൂരെ പോയി കാർ പാർക്ക് ചെയ്യേണ്ടി വന്നേ. ആദി ഗീതത്തിൽ പോയിട്ട് വല്ലതും കഴിക്കണോ ചേട്ടാ? ഉണ്ടല്ലേ. നമുക്ക് KFC കഴിച്ചിട്ട് പോവാല്ലേ. And guys, I need to shop, so yeah. നിറയെ പടക്കങ്ങളൊക്കെ കണ്ടില്ലേ. പക്ഷെ നമുക്കിപ്പോൾ വേണ്ട അല്ലേ, സമയമുണ്ടല്ലോ അല്ലേ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പതുക്കെ വാങ്ങിക്കാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ദീപാവലിയുടെ ഒരുക്കമാനങ്ങൾ തുടങ്ങിയിട്ട് അതേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. 3-4 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണേ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ, മൊത്തം വെള്ളം. ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ ഓഫീസിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ ലൈറ്റ്സ് നോക്കാൻ. ഇനി നമുക്ക് ദീപാവലി ഷോപ്പിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ട്, സാറ്റർഡേ. സൺഡേ ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ വരാനുള്ള കാര്യം, ഇവിടെ നമുക്ക് എപ്പോഴും സ്നാക്സും ഫുഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് വല്ലതും ഉണ്ടോ നോക്കാൻ വന്നാണേ. ഇല്ല, മഴ പെയ്താൽ അവർ നേരത്തെ പോയി തോന്നുന്നു. അപ്പം നാളെ ദീപാവലിയാണ് അല്ലേ. നമ്മളിന്നത് എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പടക്കങ്ങളൊന്നും നമ്മൾ മാത്രം മേടിച്ചിട്ടില്ല. അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും പടക്കം പൊട്ടിച്ച് തുടങ്ങി ഒരാഴ്ച മുന്നേ അല്ലേ. നമ്മൾ മാത്രം തുടങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫിനിക്സ് മാളിലേക്കാണ് കേട്ടോ. ഇതേ മാള് എന്ന് പറയുമ്പോഴേക്കും മാളെത്തി, ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ നമ്മളിത് ഫിനിക്സ് മാൾ എത്തിട്ടോ. എന്താ ഇവിടെ എന്തോ ഒരു ചർച്ച പോലെ. അങ്ങനെ നല്ല മഴയൊക്കെ പെയ്തിട്ട് റോഡ് കണ്ടില്ലേ, ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഹായ് ഗേൾസ്. അതിന്റെ പാട്ടില്ലേ ദീപാവലി ആയിട്ട്? ദീപാവലി പാട്ട് പാട്. എന്താണ് ദീപാവലി പാട്ടെന്ന്? അയ്യോ, എനിക്ക് മറന്നു. ഏതാ? അതല്ല, ദീപാവലി ഒരു പാട്ടിട്ടല്ലോ തമിഴില്. അതല്ല, ഓ കിട്ടുന്നില്ല ദൈവം. എപ്പോഴും അങ്ങനെ ഓരോന്നും കിട്ടും, വേണ്ട സമയത്തൊന്നും കിട്ടില്ല അല്ലേ. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്നലെ സിനിമ കഴിഞ്ഞ ഉടനെ എന്താ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഡേ ആണ്, അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം അല്ലേ. കോപ്പിറൈറ്റ് വന്നപ്പോ ഈ കൊണ്ടതായൊക്കെ നിക്കുമ്പോ അവിടെ കൊള്ളും. ഇവിടെ പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് കേട്ടോ. കയ്യും കോർത്ത് ആര്യം കാവിൽ നന്നായി തീരാം. കോവൈ കാട്ടിൽ ആടും നിൻ കൂന്തൽ നിൻ പ്രേമത്തിൻ മന്ത്രം മാത്രം മൂളിയിടാം മൂളിയിടാം ജാലക്കാരി മായ
ഇന്ദ്രജാലക്കാരി എന്നുള്ളം കുത്തി. ആദ്യം ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. യെസ്, പറഞ്ഞാല് കുറേ ദിവസങ്ങളെ ആദ്യക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറയല്ലാതെ ഡ്രസ്സ് കിട്ടുന്നില്ല. കാരണം അവൾക്കൊന്നും സെറ്റ് ആവുന്നില്ല. അപ്പം ഇത് പുതിയതാണ്, നമ്മളിവിടെ വന്ന് നോക്കുന്നത്. എന്താണ് ഇന്ന് നടക്കുമോ? അതെ, ഇന്നലെയും വന്നിട്ട് ഗൈസ്. ഇന്നലെയും ഡ്രസ്സ് സെറ്റായില്ല, കഴിഞ്ഞ വീക്കും ഒന്നും സെറ്റായില്ല. നമ്മളൊരു 4-5 പ്രാവശ്യം വിട്ട് വന്നു. എല്ലാ മാളും കയറി ഇറങ്ങണം. അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ശരി, ഓൺലൈനിൽ മിനിറ്റിൽ അല്ലെങ്കിൽ നോക്കുന്ന പറഞ്ഞാൽ അത് പറ്റുന്നില്ല. അയ്യോ, അപ്പം ഇന്ന് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുള്ളൂ. Why are you blocking? ഇനി അമ്മയ്ക്ക് തലവേദന വരുമോ? ചില സ്മെല്ല് കേട്ടാൽ അപ്പം ഭയങ്കര ഇളകാറുണ്ട്. No, idiot. Nice tar. Nice cloth. പെയിന്റ് ഞാൻ പറഞ്ഞില്ലേ പുതിയതാണ്. പെയിന്റ് ഒക്കെ പോയിട്ട് അവർ വരച്ചിളക്കാണ് കേട്ടോ. ഒരു സ്മെൽ. വെയിറ്റ്, ആദ്യം ഈ ഡ്രസ് ഇടാൻ പറ്റില്ല. വെരി ഗുഡ്. അപ്പോൾ ആദ്യം പറയണത് ഇവിടെയും പറ്റില്ല. എടി ഇനിയൊരു ഡ്രസ്സ് എടുക്കലില്ല കേട്ടോ. ആദ്യം ഇന്ന് ലാസ്റ്റാണേ. ഇത് എത്രയെന്ന് പറഞ്ഞാൽ ഇവൾക്ക് നാട്ടിൽ പോയാലും ഇത് തന്നെ അവസ്ഥ. കഴിഞ്ഞ ഓണത്തിനാണ് ഓണം ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവിടെ പാലക്കാട് ഡ്രസ്സില്ല അവൾക്ക്. നീ ആരാണ് ഈ ഡ്രസ്സ് എടുത്തിട്ട് അതേതും ക്ലൗഡ്സ് വരെ ഉണ്ട്. പക്ഷെ എൻ്റെ പുതിയ ചെരുപ്പാണ് കേട്ടോ. ഇന്ന് രാവിലെ എടുത്തതാണ്. So huge. Hot pink. നമ്മൾ കാരേക്കുടി അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ബിരിയാണി കഴിച്ച് പൊളിക്കല്ലേ. ആദി നിക്ക്. ഏട്ടനും ആദ്യം വേഗം പോവുകയാണ് കേട്ടോ. നല്ലോണം വിശന്നു. എന്താ കഴിക്കണ്ടേ? മീൻ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ മീൻ. എനിക്കാണെന്ന് വെച്ചാൽ ബിരിയാണി കഴിച്ചാൽ മാത്രം സമ്മതം. നമുക്ക് മീനും ഒരു മീൽസ് പറഞ്ഞല്ലോ, നോൺ വെജ്. പൊറോട്ട വലിയൊരു പ്ലാറ്ററാണ്. മട്ടൺ സൂപ്പ് അതിലേക്ക് പൊറോട്ട, റൈസ്, പൊടി, ഗില്ലി, കറി വരുന്നില്ല. കറി വരുന്നത് നോൺ വെജ് കഴിച്ചു. നമ്മുടെ ഫിഷ് ഫ്രൈ എത്തി. ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ആണ്, വേറെ ഒന്നും വന്നിട്ടില്ല ഗൈസ്. ഇത് പിന്നെ കഴിച്ചായിരുന്നു അന്ന്. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? കഴിക്കുമോ കുട്ടികളെ? നമ്മുടെ കിഴി പൊറോട്ട പക്ഷെ ഇങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇല മുകളിലേക്കായിട്ടല്ല നിൽക്കേണ്ടത്. ഓ ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട്. പതുക്കെ കേട്ടോ, കൈ കൊള്ളല്ലേ. പൊറോട്ട അയ്യോ നല്ല ചൂടാണ്. കഴിച്ചു നോക്കട്ടെ.
അടിപൊളി. ഇങ്ങനെ ആദിക്ക് എടുത്ത് ആദിക്ക് ചൂടാട്ടെ. ഇളനീർ പായസം നല്ല തണുപ്പില്ല. ഇളനീരുണ്ട്. ഓ വാവ്. ഫ്രൈ നല്ല തണുപ്പില് ജലദോഷം ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പടക്കം വാങ്ങിക്കാൻ എത്തി ഗൈസ്. ഏതാ വേണ്ട പിന്നെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ്. എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ദീപാവലി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതാണ് കേട്ടോ. അതായത് നാളെയാണ് ദീപാവലി. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇതിൽ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ബൈ.